ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റാപ്പർ ഹിരൺദാസ് മുരളി എന്ന വേടൻ പുതിയൊരു വിവാദത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. പുതിയൊരു വിവാദം എന്നല്ല, പുതിയൊരു കേസ് അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഹിരൺദാസ് മുരളിക്കെതിരെ ഇതിനു മുൻപ് വന്നൊരു മീറ്റു ആരോപണം നമുക്ക് ചർച്ച ചെയ്യാം. ആ മീറ്റു ആരോപണം എങ്ങനെയായിരുന്നു? ഏതൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും അവരോട് സ്കർട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സമീപനമാണ് ഇയാൾക്കുള്ളത്. അതുകൂടാതെ തൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു മനോഭാവവും ഇയാൾക്കുണ്ട്. അതുകൂടാതെ സെക്സിനിടയിൽ പങ്കാളിക്ക് കൂടുതൽ വേദന നൽകി അത് ആനന്ദകരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വൈകൃതം ഈ ഹിരൺദാസ് മുരളി എന്ന വ്യക്തിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് മീറ്റു ആരോപണം വന്നത്. അതിന് അടിസ്ഥാനത്തിൽ അന്ന് ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൽബം, ആ ആൽബത്തിൻ്റെ സംവിധായകൻ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും പിന്നീട് അത് നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് കംപ്ലീറ്റ് ആകാതിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ഇയാളെയും ഇയാളുടെ ബാൻഡിലുള്ള അംഗങ്ങളെയും 9 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഫ്ലാറ്റിൽ നിന്ന് പിടികൂടുന്നത്, വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടികൂടുന്നതും. അന്ന് അത് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. അധിക കാലമൊന്നും ആയിട്ടില്ല, ഏകദേശം 2-3 മാസമായിട്ടുള്ളൂ. ആ കേസ് നടക്കുന്നതിനിടയിലാണ് ഒരു പുലിപ്പലി വിവാദം വരുന്നത്. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ഒരു ശ്രീലങ്കൻ വംശജനാണ്. ശ്രീലങ്കയിലുള്ള തൻ്റെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് നൽകിയത് എന്നാണ് അന്ന് അയാൾ ഇതിന് നൽകിയ വിശദീകരണം. ഇതേ തുടർന്ന് ആ ആരാധകനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ, അല്ലെങ്കിൽ എക്സൈസ്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലും പരിപാടികളിലും ഇയാൾ പങ്കെടുക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാർ ഒരു സമീപനം സ്വീകരിച്ചതെന്ന്. അതുകൂടാതെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഇയാളുടെ പാട്ടുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതെന്തായാലും ഗവർണർ ഇടപെട്ട് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഒരു ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പരാതി വന്നിട്ടുണ്ട്. ഒരു വനിതാ ഡോക്ടറാണ് പരാതിക്കാരി. പരാതി സ്വീകരിക്കുന്നതിന് മുന്നേ പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് വേടന് പലപ്പോഴായിട്ട് പണം അയച്ചു കൊടുത്തതായിട്ടുള്ള ഉൾപ്പെടെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ വേറെ ചാറ്റുകളും പോലീസ് തെളിവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിലിങ്ങനെയാണ് പറയുന്നത്, 2021-23 കാലഘട്ടത്തിലാണ് ഒരു ആരാധിക എന്ന നിലയിൽ ഈ യുവ ഡോക്ടർ റാപ്പർ ഹിരൺദാസ് മുരളിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ട ശേഷം ഇവർ നമ്പറുകൾ കൈമാറ്റം ചെയ്തു. അതിനിടയിൽ എന്തോ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റിൻ്റെ പേരിൽ റാപ്പർ ഹിരൺദാസ് മുരളി അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള ഫ്ലാറ്റിലേക്ക് ഈ യുവതിയെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് വിവാഹ വാഗ്ദാനം നൽകിയതും. തുടർന്ന് ഈ ബന്ധത്തിൽ നിന്ന് ഹിരൺദാസ് മുരളി പിന്മാറിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യുവ ഡോക്ടർ കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ യുവ ഡോക്ടർ രംഗത്ത് വന്നിരിക്കുന്നത് പരാതിയുമായിട്ട്. കൂടാതെ ഇവരുടെ വിശദമായിട്ടുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഹിരൺദാസ് മുരളിയുടെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഹിരൺദാസ് മുരളിക്കെതിരെ മറ്റൊരു കേസും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആ പേര് ഞാൻ അധികം ഈ വീഡിയോയിൽ യൂസ് ചെയ്യാതിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കൊല്ലം കോടതിയിൽ വേടാർ സമുദായം എന്ന സമുദായത്തിൻ്റെ നേതാക്കൾ അവരൊരു പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇയാൾ റാപ്പർ വേടൻ എന്ന് പരിപാടികളിൽ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഹർജി കൊടുത്തിരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇയാളെ ലഹരി മരുന്ന് കേസിലും മീറ്റു ആരോപണ കേസിലും എല്ലാം ആരോപണവിധേയനായ സമയത്തും പിടിക്കപ്പെട്ട സമയത്തും മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ റാപ്പർ വേടൻ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഹിരൺദാസ് മുരളി എന്ന ഇയാളുടെ യഥാർത്ഥ പേരല്ല പറഞ്ഞത്. അതുകൊണ്ട് തങ്ങളുടെ സമുദായം അത് സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ റാപ്പർ വേടൻ എന്ന തൻ്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ അന്ന് പരാതി നൽകിയത്. എന്തായാലും അത് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ബലാത്സംഗ കേസ് വന്നിരിക്കുന്നത്. റാപ്പർ വേടൻ ഉൾപ്പെടെയുള്ളവർ ഒന്ന് മനസ്സിലാക്കണം, ആരാധകന്മാരായിക്കോട്ടെ അവരെ ചൂഷണം ചെയ്യുവാൻ ഒരു സെലിബ്രിറ്റിക്കും അവകാശമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ക്ലേശകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് താങ്കളെ ഒന്ന് ഓർമ്മിച്ചുകൊള്ളട്ടെ. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴും വരാൻ ചാൻസ് ഉള്ളൊരു കമൻ്റ് ഉണ്ട്. ഇതിനു മുമ്പ് ഇയാളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കമൻ്റാണ്, ഇയാൾക്കെതിരെ സംസാരിക്കാൻ സൂക്ഷിച്ചു വേണം, ഇയാളുടെ ലക്ഷക്കണക്കിനുള്ള ഫാൻസ് അടങ്ങിയിരിക്കില്ല എന്ന്.
അന്ന് ആ കമൻ്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള ഒരു ഫാൻ ഗേൾ അല്ലെങ്കിൽ ഒരു ആരാധികനാണ് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി ഇപ്പോൾ പീഡിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ നിന്നും ഇയാൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതിന് മുൻപ് വന്നിരുന്ന കഞ്ചാവ് കേസിൽ നിന്നും ഉൾപ്പെടെ ഇയാളെ രക്ഷപ്പെടുവാൻ സഹായിച്ചത് ഇയാളുടെ ജാതിയായിരുന്നു. അന്ന് കൃത്യമായ രീതിയിൽ ഇയാളുടെ ജാതിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ വന്ന ആരോപണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കേസിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കി ആരൊക്കെയോ നൽകിയത്. ആ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികളിൽ പോലും ഇത്തരത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ ഈ വ്യക്തി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, PM മുഹമ്മദ് റിയാസിനോടൊപ്പം തന്നെ ഇയാൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി സർക്കാർ പരിപാടികളിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. സർക്കാർ തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു സംഗീത നിശ പോലും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്തവണ ഇയാൾ പെട്ടപ്പെടൽ ചിലപ്പോൾ ഗൗരവകരമായിരിക്കും. പതിവ് ജാതി കാർഡ് ഇറക്കിയാലൊന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.